ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന് വിട. ദേശീയ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഉജ്ജ്വല മുഖം മാത്രമല്ല, ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ആകെയും അഭിമാന സ്തംഭമായിരുന്നു സീതാറാം യെച്ചൂരി. രാജ്യം സവിശേഷമായൊരു വഴിത്തിരിവിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ സ്വന്തം നേതാവ് നിത്യനിദ്രയിലേക്ക് മറയുന്നത്. ജനാധിപത്യ ഇന്ത്യയുടെ പ്രതീക്ഷകളിലാണ് ഇപ്പോൾ ഇരുൾ പരക്കുന്നത്. യെച്ചൂരി ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളല്ലാതെ ഈ പോരാളിക്ക് വേണ്ടി വേറൊരു ആദരസ്മാരകവും നമുക്ക് നിർമ്മിക്കാനില്ല. Our party has suffered a big blow and the democratic and secular forces in our country have also suffered a grievous loss. അരനൂറ്റാണ്ട് കാലത്തെ സീതാറാം യെച്ചൂരിയുടെ വിപ്ലവ രാഷ്ട്രീയ ജീവിതം അപൂർണമായാണ് അവസാനിക്കുന്നത്. എങ്കിലും ആ ജീവിതം പോരാട്ടത്തിൻ്റെ അവസാന വാക്കായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്തെ വിദ്യാർത്ഥി ചെറുത്തുനിൽപ്പിൻ്റെ ശക്തി കേന്ദ്രം, സമഗ്രാധിപതിയായി രാജ്യത്തെ അടക്കിവാണ ഇന്ദിരയെ തനിക്ക് മുന്നിൽ ശാന്തമായി അടക്കി നിർത്തിച്ച് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന ആ JNU ചിത്രം എത്ര തലമുറകൾ കണ്ടാലും മതിവരാത്ത അണയാത്ത പോർവീര്യത്തിൻ്റെ ഒരു ശക്തിചിത്രം തന്നെയാണ്. അടിയന്തരാവസ്ഥക്കാലത്തെ അർദ്ധഫാസിസത്തെ അത്യുജ്വലമായി പൊരുതി ജയിച്ചു സീതാറാം. നരേന്ദ്രമോദിയുടെ പതിറ്റാണ്ട് ഫാസിസത്തിനെതിരെ തുടർന്നും പടനയിക്കാൻ പടച്ചട്ട അണിഞ്ഞു നിൽക്കുകയാണ് ഏവരെയും ദുഃഖത്തിലാഴ്ത്തി ശാന്തമായി മരണത്തെ പുൽകിയിരിക്കുന്നത്. ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീതാറാം. JNUവിൽ നിന്ന് ഉദിച്ചുയർന്ന വിപ്ലവ നക്ഷത്രമാണ് സീതാറാം. 1977-78 കാലത്ത് 3 വട്ടമാണ് യെച്ചൂരി JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായത്. പിന്നാലെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. 1985 മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, 88 മുതൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ, 92 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം, 2005 മുതൽ 2017 വരെ ഇന്ത്യൻ പാർലമെന്റിലെ ഇടിമുഴക്കമായി ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗം, 2015 മുതൽ മരണം ചെങ്കൊടി പുതപ്പിക്കുന്നതുവരെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. സംഭവ ബഹുലമായൊരു രാഷ്ട്രീയ ജീവിതം. Is something that really concerns me. It concerns us. We've spoken so often here. Please come back to the realities of what we are. ആദ്യമായി സീതാറാമിനെ കാണുന്നത് 1979 45 വർഷങ്ങൾക്ക് മുമ്പ്. തീരെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് മറ്റൊന്നും വിവരിക്കാനാവില്ല. ആ നിലയിൽ അതെ. He was one of the outstanding leaders of the communist movement in the contemporary period of our country. CPIMന്റെ ആദ്യ ജനറൽ സെക്രട്ടറി P. സുന്ദരിയെ മാതൃകയാക്കി പ്രവൃത്തിയിൽ നിന്നു മാത്രമല്ല പേരിൽ നിന്നും ജാതി മുറിച്ചു മാറ്റിയാണ് സീതാറാം കമ്മ്യൂണിസ്റ്റ് ജീവിതം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അടിമുടി ഒരു ജാതിവിരുദ്ധ മതനിരപേക്ഷ പുരോഗമന ജീവിതമായിരുന്നു യെച്ചൂരിയുടേത്. രാജ്യസഭയിൽ നിന്നുള്ള ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇന്ത്യയുടെ ആത്മാവ് മുറിവേൽക്കാതിരിക്കാനും മതനിരപേക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമാണ് യെച്ചൂരി സ്വന്തം ജീവിതം തന്നെ ഉദാഹരിച്ച് പ്രസംഗിച്ചത്. ഇന്ത്യ എന്ന ആശയത്തിനു വേണ്ടിയുള്ള പോരാട്ടം തൻ്റെ ജീവിതമാണെന്നാണ് യെച്ചൂരി പറഞ്ഞു വെച്ചത്. What is he? Is he a Brahmin? Is he a Brahmin? Is he a Muslim? Is he a Hindu? Is he what? There is nothing that can describe my son rather than being an Indian. That is our country. That is I'm talking of my example. Just look at how many such people. It is a damage for the left movement in India as well as left democratic and secular forces. എല്ലാ മതനിരപേക്ഷ രാഷ്ട്രീയ ചേരിയെയും ഒരുമിപ്പിക്കുക എന്ന ആ നിലപാട് ഇന്ത്യൻ പൊതുരാഷ്ട്രീയ ഘടനയിൽ രൂപപ്പെടുത്തുന്നതിൻ്റെ മുഖ്യ സൂത്രധാരകന്മാരിലൊരാളായി പ്രവർത്തിച്ച സഖാവായിരുന്നു സീതാറാം. പഠിച്ച ക്ലാസ്സുകളിലെല്ലാം 1ാം റാങ്കുകാരനായിരുന്നു സീതാറാം. ബോർഡ് പരീക്ഷയിൽ രാജ്യത്ത് തന്നെ 1ാമൻ. അമർത്യസെന്നും KN രാജുവും അധ്യാപകരായിരുന്ന സെന്റ് സ്റ്റീഫൻസിൽ നിന്നും അവരുടെ സാമ്പത്തിക ശാസ്ത്ര വഴി തന്നെ തിരഞ്ഞെടുത്ത് BA ഓണേഴ്സിലും 1ാമൻ. JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദ പഠനം. വേണമെങ്കിൽ എളുപ്പത്തിൽ തന്നെ ലോകമറിയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനോ IAS കാരനോ IFS കാരനോ ആകാമായിരുന്ന ജീവിതം.
PhD പൂർത്തിയാക്കാതെ കമ്മ്യൂണിസ്റ്റ് പോരാട്ട വഴികളിലേക്ക് ഇറങ്ങിയപ്പോൾ രാജ്യത്തിന് തന്നെ ഒരു വഴികാട്ടിയായി ലഭിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആധുനിക ഇന്ത്യയുടെ വഴികാട്ടിയായിരുന്നു സീതാറാം യെച്ചൂരി. Who knew India so well, who loved India, and who understood the values of our history, of our people, of unity, of secularism, of pluralism, of democracy. Comrade Sitaram was a warrior for India. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തീരാ നഷ്ടമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണത്തിലൂടെ ഉണ്ടായി. ലോകത്തെമ്പാടുമുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകാർക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാമമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇതിഹാസങ്ങളായ പി സുന്ദരയ്യ, EMS, എം ബസവപ്പുനയ്യ, ജ്യോതി ബസു, ഹർകിഷൻ സിംഗ് സുർജിത് തുടങ്ങിയ നേതാക്കൾ തങ്ങളുടെ പിന്മുറക്കാരനായി കണ്ടെത്തിയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. 14ാം പാർട്ടി കോൺഗ്രസിൽ ചർച്ചയ്ക്കുള്ള പ്രത്യയശാസ്ത്ര രേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത് ഇളമുറക്കാരനായ സീതാറാമിനെയായിരുന്നു. ഏതു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും നേരിടാനുള്ള അസാധാരണമായ പ്രത്യയശാസ്ത്ര പ്രാവീണ്യമുണ്ടായിരുന്നു യെച്ചൂരിക്ക്. 96-ൽ ദേശീയ മുന്നണി സർക്കാരിനുള്ള പൊതു മിനിമം പരിപാടിയിലും 2004-ൽ UPA സർക്കാരിൻ്റെ പൊതു മിനിമം പരിപാടിയിലും ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ നയരൂപവൽക്കരണത്തിലുമെല്ലാം തിളങ്ങി നിന്നത് സീതാറാമിൻ്റെ ആ പ്രാവീണ്യമാണ്. तो आज जिस तरीके की भ्रष्टाचार हम देख रहे हैं, जो लूट मची हुई है देश में, जो बेरोजगारी बढ़ रही है, जो भूख महंगाई बढ़ रही है, इन सब के खिलाफ अगर इनसे मुक्ति चाहिए तो पहले इस सरकार से मुक्ति चाहिए. There is also this incident of Fidel Castro coming to Havana airport when Jyoti Basu and Sitaram Yechuri visited Cuba. They had long discussion. So during the discussion, in between, Sitaram will go out. What for? Can you guess? To smoke. So Fidel noticed it. So they had, Jyoti Basu had the meeting. Sitaram was there to assist him. So when they were to board the flight from Havana airport, the international department comrade said, you wait for some more time. Then came Fidel rushing. Fidel told Jyoti Basu that you are 7 times Cuba. That is how Fidel speaks. Because the population of West Bengal was 7 times that of Cuba. Cuba is 1 crore and all. So I have to respect you. Then I said, I want to give your young comrade, smoker, best Cuban cigar. Then Fidel took out a box of cigar and gave to Sitaram Yechuri. So there are many such stories about him. We will miss him. Sitaram Yechuri is the first leader. He also came forward to cooperate with the Congress. With great pain, effort, we were able to bring many parties which were fighting against each other states, the national level. Finally, India Munani became a reality. BJPക്കെതിരായി UPA സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണ നൽകാനായി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നേതൃത്വത്തിലുള്ള CPIM തീരുമാനമെടുത്തപ്പോൾ ഇന്ത്യയിലെ പാർലമെന്ററി രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ യെച്ചൂരിമയമായി. സ്വതസിദ്ധമായ ഭാഷാ ചാതുര്യം കൊണ്ടും നയതന്ത്രജ്ഞത കൊണ്ടും സീതാറാം യെച്ചൂരിയായി മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം. അതിജാഗ്രതയോടെ അദ്ദേഹം നിയമങ്ങൾ ഇഴകീറി സംസാരിച്ചു. 2ാം UPA കാലത്തും NDAയുടെ ആദ്യകാലത്തും പാർലമെന്റിലെ താരമായിരുന്നു സീതാറാം. ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് നടക്കാനാവാതായത് യെച്ചൂരിയുടെ പ്രകടനം കൊണ്ടും കൂടിയാണ്. സഖാവ് EMSന്റെ ശിക്ഷണത്തിൽ ആശയരംഗത്ത് ചരിത്രപരമായ ദൗത്യം നിറവേറ്റാൻ
മാർക്സിസം ലെനിനിസത്തിൽ വ്യക്തതയോടുകൂടി നിലപാടെടുക്കാൻ സഖാവ് സീതാറാമിന് കഴിഞ്ഞിരുന്നു. ഏതാണ്ട് ഒരു 2 ആഴ്ചക്കാലം ഒന്നിച്ചായിരുന്നു. ഒന്നിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് എന്നും ഓർമ്മിക്കുന്നതാണ്. സീതാറാം യെച്ചൂരിയുടെ വിയോഗം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും നല്ല പാർലമെന്റ് കാലമായിരുന്നു സീതാറാം യെച്ചൂരി രാജ്യസഭാംഗമായ ഒരു വ്യാഴവട്ടക്കാലം. സാമ്പത്തിക വിദേശ നയങ്ങൾ, വിവരാവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി, ബൗദ്ധിക സ്വത്താവകാശം, കാർഷിക പ്രതിസന്ധി, സ്ത്രീ സംവരണ ബിൽ, ആണവക്കരാർ, വിലക്കയറ്റം, വിഷയങ്ങൾ എന്തുമാകട്ടെ പാർലമെന്റ് ജനാധിപത്യത്തിനകത്തു വെച്ച് രാജ്യം എപ്പോഴും വേറിട്ട് കേട്ട ശബ്ദമായിരുന്നു യെച്ചൂരിയുടേത്. കർഷക സമരമായാലും ദളിത് മനുഷ്യാവകാശ പ്രശ്നങ്ങളായാലും നിലപാടുകൾ ഏറ്റവും ശക്തവും ഫലപ്രദവുമായി അവതരിപ്പിക്കാൻ യെച്ചൂരിക്ക് കഴിഞ്ഞു. താൻ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ തരിമ്പും വെള്ളം ചേർക്കാതെ തന്നെ ശക്തമായ ശബ്ദത്തിൽ സീതാറാം യെച്ചൂരി സംസാരിച്ചു. അദ്ദേഹം ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വഹിച്ച പങ്ക് CPM-ന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് സീതാറാം യെച്ചൂരിയെ സജീവമായ, ഏറ്റവും പ്ലസൻ്റായ, എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്ന, എല്ലാവരോടും സഹകരിക്കുന്ന വളരെ വലിയൊരു ജനകീയ മുഖമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം, ഇങ്ങനൊരു അകാലത്തിലുള്ള വേർപാട് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. बहुत दुख हो रहा है और काफ़ी हम लोग मनमाहत हैं. ऐसा लग नहीं रहा कि वो अब हमारे बीच में नहीं है. लगातार भले उम्र में काफ़ी बड़े थे हमसे, लेकिन काफ़ी मिलनसार और एक बड़े भाई जैसा वो हमको हमेशा गाइड किया करते हैं. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ അപകടത്തിലാണെന്ന് ആദ്യം മുന്നറിയിപ്പ് നൽകിയത് സീതാറാം യെച്ചൂരിയാണ്. മോദി ഫാസിസത്തിനെതിരെ ആദ്യം ഭരണഘടനയെ ഒരു പോരാട്ടായുധമായി ഉയർത്തിപ്പിടിച്ചതും സീതാറാം യെച്ചൂരിയാണ്. തീക്ഷ്ണബുദ്ധിയും നേതൃശേഷിയും അസാമാന്യമായ ആശയവിനിമയ സാമർഥ്യവും കൊണ്ട് യെച്ചൂരി രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിക്കാണ് അടിവരയിട്ടത്. പാർലമെന്റിൽ അത്ര വലിയ കക്ഷിയല്ലാതിരുന്നിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം യെച്ചൂരിയുടെ ശബ്ദത്തിനൊപ്പം ഉയർന്നു നിന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. നമ്മൾ പലപ്പോഴും വാചാലമായി പറയും ഒരാൾ പോയാൽ പകരം ഒരാൾ വരും. അതൊന്നുമില്ല, യെച്ചൂരിക്ക് പകരം ഒരാളില്ല. എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും പാർട്ടികളെയും കൂട്ടിയോജിപ്പിക്കാൻ, അങ്ങനെ ഒരു ഇന്ത്യ കൂട്ടായ്മ എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയുടെ നിർണായകമായ ഇടപെടലിലൂടെയാണ് എന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. സീതാറാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുത്ത നേതാക്കളിൽ ഏറ്റവും പ്രസന്നമായൊരു മുഖമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പാർട്ടിയുടെ ആശയരംഗത്ത്, സംഘടനാ രംഗത്ത് മാത്രമല്ല, ഇന്ത്യയിലെ ചൈനയിലെയും വിയറ്റ്നാമിലെയും ലാവോസിലെയും ക്യൂബയിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇന്ത്യയിലേക്കുള്ള സൗഹൃദപാലമായി കണ്ടത് സീതാറാമിനെയായിരുന്നു. നേപ്പാളിലെ മാവോയിസ്റ്റുകളെ സായുധമാർഗത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ വെളിച്ചത്തിലെത്തിച്ചതിൽ യെച്ചൂരിയുടെ നയതന്ത്ര ചിന്തയ്ക്ക് വലിയ പങ്കുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല, മറ്റ് പുരോഗമനപരമായ സംഘടനകളെ കൂടി ചേർത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. But it is really sad news that he is passed away. If I can recall, he is my senior from Jawaharlal Nehru University. He had left the campus by much before that I had joined there, but certainly kept coming to the campus for keeping up the communist movement through the SFI. അദ്ദേഹം മലയാളത്തിൽ എഴുതുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ ഭാഷയ്ക്കപ്പുറത്ത് അദ്ദേഹത്തിന് മലയാളികളുമായി, കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി സംവദിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി ദാർശനികതയോടെ ബഹുജന പ്രസ്ഥാനങ്ങൾക്കായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക രൂപപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നേതാവായിരുന്നു. പാർലമെന്റിൽ എത്ര അംഗങ്ങളുണ്ട്, എത്ര സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് എന്നതിനെല്ലാം അപ്പുറമായിരുന്നു
ദേശീയ പാർട്ടികളും നേതാക്കളും യെച്ചൂരിക്ക് നൽകിയ പരിഗണനയും ആദരവും. ചേർത്ത് നിർത്താവുന്നവരെയെല്ലാം അദ്ദേഹം ഒന്നിപ്പിച്ച് നിർത്തി. തുച്ഛമായ തർക്കത്തിന്റെ പേരിൽ ആരെയും അകറ്റി നിർത്തിയില്ല. എതിരാളികളുടെ പോലും തോളിൽ കൈയിട്ട് ഒരു കട്ടൻ കാപ്പി കുടിച്ചോ ചാർമിനാർ സിഗരറ്റ് വലിച്ചോ നടന്നു പോകാനാവുന്ന സൗഹൃദ വിശാലത യെച്ചൂരിക്കുണ്ടായിരുന്നു. ജനാധിപത്യ സമൂഹത്തിന് അനുഗുണമായ തുറന്ന പെരുമാറ്റം യെച്ചൂരിക്ക് പാർട്ടിക്കപ്പുറവും ആരാധകരെ സൃഷ്ടിച്ചു. 5 ഭാഷകൾ യെച്ചൂരിക്ക് അറിയാമായിരുന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ ഏതു ഭാഷയിൽ സംസാരിച്ചാലും യെച്ചൂരിക്ക് ഒരു നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ. ആധുനിക കാലത്ത് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ നേതാവിൻ്റെ പേരായിരുന്നു സീതാറാം യെച്ചൂരി. The character of our country from being a secular democratic republic into a fascistic, utterly, rabidly intolerant Hindutva Rashtra. And for the creation of a Hindutva Rashtra, what they need is a unitary state structure. Sad demise of Comrade Sitaram Yechuri has created a big vacuum in national politics. He had played a vital role to mobilizing and coordinating all secular forces against authoritarian governments. JNUവിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് പ്രഗത്ഭരുണ്ട്. പക്ഷെ അവരെ ഒന്നും JNU ഇതുപോലെ ആദരിച്ചിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ JNU ഇതുപോലൊരു ആദരവ് നൽകുന്നത് സീതാറാം യെച്ചൂരിക്ക് മാത്രമാണ്. സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവരണമെന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹവും അക്കാഡമിക് സമൂഹവും ആഗ്രഹിച്ചു എന്നുള്ളതും, അത് മാത്രമല്ല ആ അക്കാദമിക് സമൂഹത്തിൻ്റെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും ആവശ്യത്തോട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ സീതാറാമിനോട് ചേർന്ന് നിൽക്കാത്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെ ഭരണ നേതൃത്വവും കൂടി തയ്യാറായി എന്ന് പറയുമ്പോൾ സീതാറാം എത്ര കൊണ്ട് ഈ ക്യാമ്പസിനോട് ലയിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമുക്കറിയാം, BJP വിരുദ്ധ ചേരികളെ ആകെ ഒന്നിപ്പിക്കുന്നതിന് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന പോരാട്ടത്തിന് കരുത്തു പകരുന്ന ഒട്ടേറെ നീക്കങ്ങളാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. 2021 കോവിഡ് മഹാമാരിക്കാലത്ത് മകൻ ആശിഷിൻ്റെ മരണം സീതാറാം യെച്ചൂരിയെ വല്ലാതെ തകർത്തിരുന്നു. എങ്കിലും അദ്ദേഹം ട്വിറ്ററിൽ ഇങ്ങനെ കുറിച്ചു: എണ്ണമറ്റ ജീവിതങ്ങളെ കവരുന്ന മഹാമാരി ഏൽപ്പിക്കുന്ന ദുഃഖം എൻ്റേതു മാത്രമല്ല. ആ വാക്കുകൾ തന്നെ ഒന്ന് മാറ്റിപ്പറഞ്ഞാൽ, എണ്ണമറ്റ മനുഷ്യരെ ആഴത്തിൽ പിടിച്ചുലച്ച് കളഞ്ഞ യെച്ചൂരിയുടെ മരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മാത്രം ദുഃഖമല്ല, അത് ഇന്ത്യയുടെ ദുഃഖമാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു യുഗാന്ത്യം.